ഹേ ഗായ്സ്, ഫ്ലാറ്റ് ടൂറിന് ശേഷം എന്ന് കൂലങ്കഷമായി ചിന്തിച്ചപ്പോഴാണ് ഒരു വെഡ്ഡിങ് ഷോപ്പിംഗ് വ്ളോഗ് തന്നെ ആവട്ടെ എന്ന് കരുതിയത്. ഇത് ഓൾറെഡി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. എന്താണെങ്കിലും ഷോപ്പിംഗ് വ്ളോഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ തന്നെ എടുത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നാളിന് ശേഷമാണ് വീഡിയോസ് ചെയ്ത് തുടങ്ങുന്നത്. മിസ്റ്റേക്സ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം, പ്ലീസ് എക്സ്ക്യൂസ്. ഓരോ വീഡിയോയിലായിട്ട് ഞാനത് കറക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കുഷൽസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ്. ഈ കാണുന്ന നെക്ക് പീസൊക്കെ കണ്ടോ, ഇത് ഫുൾ സെറ്റാണ്. ഇതൊക്കെ കണ്ടാൽ എങ്ങനെയാണോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അമ്മാതിരി അമേസിങ് കളക്ഷൻ ആയിരുന്നു ഗൈസ്. അമേസിംഗ് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അറിയാലോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ്സാക്കിക്കോ, എന്തുകൊണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ കുഷൽസ് എന്ന് പറയുന്ന ഷോപ്പിൻ്റെ കാര്യമാണ്. അടിപൊളി കളക്ഷൻസ് മാത്രമല്ല, അഫോർഡബിൾ റേറ്റും കൂടിയാണ്. പിന്നെ കസ്റ്റമർ സർവീസ് എടുത്ത് പറയേണ്ട ഒന്നാണ്. ഇത് നമുക്ക് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഞാനിപ്പോൾ കാണിക്കുന്നത് കൂടുതലും കുറച്ച് ഹെവി ആണെങ്കിലും, ഹെവി ആയിട്ടുള്ള ഐറ്റംസ് മാത്രമല്ല, വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ട്രഡീഷണൽ ഏത് ടൈപ്പ് ആണെങ്കിലും എല്ലാ ടൈപ്പ് ഓഫ് ഓർണമെൻറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. റേറ്റിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഫോർഡബിൾ റേറ്റാണ്. ഇന്ന് എനിക്കിവർ മിഠായി ഒന്ന് പറയിപ്പിക്കുന്നതൊന്നുമല്ല, ഞാൻ ഹോണസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു റിവ്യൂ ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു പർച്ചേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള മാൾ ഓഫ് ട്രാവൻകൂറിലാണ് ഈ ഒരു ഷോപ്പുള്ളത്. വേറെ എവിടെയെങ്കിലും ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഷോപ്പിംഗ് സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞു. ടാറ്റ പറഞ്ഞ് സാധനം വാങ്ങി ഇറങ്ങി. അടുത്തതായിട്ട് നമ്മൾ പോയത് ഈ കാണുന്ന പായൽസ് എന്ന് പറയുന്ന ഷോപ്പിലേക്കാണ്. കുറച്ച് വള വാങ്ങാനുണ്ടായിരുന്നു. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള കിലുക്കമില്ല, നല്ല തിളങ്ങുന്ന കുറച്ച് വളകൾ. കല്യാണം അല്ലേ, അപ്പോൾ അത് നമ്മൾ ബില്ല് ചെയ്യാൻ കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഈ കമ്മൽ എൻ്റെ കണ്ണിലുടക്കിയത്. എത്രയായാലും അതിലോട്ടൊരു ചായ ഉണ്ടാവുമല്ലോ, പക്ഷെ ഞാൻ വാങ്ങിയില്ല, ആത്മനിയന്ത്രണം പാലിച്ചു. അങ്ങനെ എന്താണെങ്കിലും അവിടെ നമ്മൾ വള മാത്രമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കണ്ടോ, അപ്പോൾ അത് കഴിഞ്ഞു നേരെ പോയത് ജുവൽ ഹട്ടിലേക്ക്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച കണക്കുള്ള യാതൊരു സാധനം അവിടെ ആ ടൈമിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് അധികം നേരം അവിടെ നിന്ന് മെഴുകാതെ നമ്മൾ ഇറങ്ങി. തൊട്ടടുത്ത് ഈ ഷോപ്പിൽ 50% ഓഫ് ഒന്ന് കയറില്ല ഞാൻ. 50% ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ 100% അവിടെ കൊടുക്കേണ്ടി വരും. ഈ കാണുന്ന വള കണ്ടോ, ഇതാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ട വളകളുടെ സൈഡിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത്. ഇത് സെയിം ആ പിയോറ എന്ന് പറയുന്ന ഷോപ്പിലുള്ള കളക്ഷനാണ്. പിന്നെ ഈ കാണുന്നത് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, ഗ്ലാസിൻ്റെ ഉള്ളിലാണ് അവർ ഐറ്റം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരുമിച്ച് കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നില്ലെങ്കിലും സിംഗിൾ പീസായിട്ട് ഇട്ടാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് പോലെ അടിപൊളിയായിട്ട് വർക്കാവുന്ന ഒരു ഐറ്റമാണ് ഗൈസ്. ഇതാ ഷോപ്പിൻ്റെ ഓവറോൾ വിഷ്വലാണ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തില്ല. നമ്മൾ ആ ഫസ്റ്റ് കാണിച്ച വളയില്ലേ, അത് മാത്രമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഇത് അങ്ങനെ ആ ഒരു കാര്യവും തീരുമാനമായി. ചേച്ചിമാർ നല്ല സേഫ് ആൻഡ് സെക്യൂറായിട്ട് പാക്ക് ചെയ്ത് നമ്മളത് വാങ്ങി ഇറങ്ങാണ്. പിയോറ എന്നാണ് ആ ഷോപ്പിൻ്റെ പേര്. അത് കഴിഞ്ഞ് കുറച്ച് ലെഗിൻസ് വാങ്ങാനുണ്ടായിരുന്നു. കണ്ട, ഇവിടെ ഇല്ലാത്ത കളേഴ്സ് ഒന്നുമില്ല, എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. അപ്പോഴാണ് മേളിൽ നോക്കിയപ്പോൾ തല കുത്തിനെ ലെഗിൻസ് ഇട്ട് നിൽക്കുന്നുണ്ട്. തിരിഞ്ഞ് നോക്കിയപ്പോൾ കുറേ കളർഫുൾ ഷോൾസ്. അപ്പോൾ അവിടെ നിന്നും നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു. ഷോപ്പിൻ്റെ നെയിം ഞാനിപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ വിട്ടുപോയി, ആ കവറിലുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ബുക്കാറോ ചിന്നുക്കുട്ടി ബിരിയാണി കഴിക്കാനുള്ള ഒരു മൂഡില്ല, എന്നാൽ ഒരു ജ്യൂസ് കുടിച്ചാൽ അന്നത്തെ ഒരു ഫുൾ ഡേ നിൽക്കാനുള്ള എനർജിയും കിട്ടില്ല. അങ്ങനെ കണ്ണിലുടക്കിയതാണ് നമ്മുടെ ഫലൂദ നേഷൻ. ലാസ്റ്റ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഫോണും കൊണ്ടൊരു മൂലയ്ക്ക് പോയി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഓർഡർ ചെയ്തത് ഈ ഗുലാബ് ജാമുൻ്റെ എന്തോ ഒരു സംഭവമാണ്, എനിക്ക് പേരിപ്പോൾ ഓർമ്മയില്ല. അങ്ങനെ അത് ഫിനിഷ് ചെയ്തു. ഇത് നമ്മൾ കല്യാണത്തിൻ്റെ തലേന്നിടാനായിട്ടാണ്. ഇത് രണ്ടും സെറ്റല്ല, നമ്മൾ കളർ വെച്ചിട്ട് കണ്ടുപിടിച്ചെടുത്തതാണ്. കണ്ടോ, പക്ക മാച്ചിങ് ആയിട്ട് ഐറ്റം നമുക്ക് കിട്ടി. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അറിഞ്ഞുകൊണ്ടെങ്കിൽ പറഞ്ഞു തരാം. സിമ്പിളായിട്ടുള്ള ഹെയർ ആക്സസറിയാണ്. എല്ലാ സംഭവം സിമ്പിൾ തന്നെ വേണം. നമ്മൾ ഒറ്റ കാലിൽ നിന്ന് അല്ല, 2 കാലിൽ നിന്ന് പറഞ്ഞു, പക്ഷേ ഇതിൽ സിമ്പിൾ അവിടെ കിട്ടാനില്ലായിരുന്നു. പിന്നെ അവിടുത്തെ സെയിൽസ് ഗേൾ ചേച്ചി ഞങ്ങളെ തുറപ്പിച്ച് നോക്കിയപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്ത സാധനങ്ങളുമായിട്ട് ടാറ്റ പറഞ്ഞ് ഇറങ്ങി. അതും കഴിഞ്ഞ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഗൈസ്, എനിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയതാണ്. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ആംബിയൻസ് എന്ന് പറയുന്ന ബൊട്ടീക്കിൽ നിന്നാണ് എനിക്ക് ചുരിദാർ എടുത്തത്. ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നുമില്ല. ആ ചേട്ടൻ കണ്ടോ, ആ ചേട്ടൻ മടക്കി വെക്കുന്ന ആ ഒരു ചുരിദാറാണ് ഞാൻ എടുത്തത്. അത് കഴിഞ്ഞപ്പോൾ കാണാതെ ഈ ഒരു കുട്ടുമണി അവിടെ നിന്ന് കിട്ടി. കൈയൊക്കെ ഒന്ന് തട്ടിയിട്ട് വരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അപ്പോഴേ കയ്യിൽ വന്നു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കുഞ്ഞിന് ബോധോദയം ഉണ്ടായെന്ന് തോന്നുന്നു. പിന്നെ ഫുള്ള് രംഗണ്ണൻ ആറ്റിറ്റ്യൂഡായിരുന്നു. കണ്ടോ, ചത്താലും നോക്കൂലടി എന്നുള്ള സ്റ്റൈല്.
അങ്ങനെ നമ്മൾ അവിടുത്തെ പർച്ചേസും കഴിഞ്ഞു, കുട്ടുമണിക്ക് ടാറ്റയും പറഞ്ഞ് ഇറങ്ങി. പക്ഷേ പർച്ചേസ് തീർന്നിട്ടില്ല. ഏകദേശം ഒരു 5 മണി സമയം അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബ്രൈഡിനുള്ള ചെരുപ്പ് നോക്കാൻ പോയതാണ്. ഇത് മെട്രോ എന്ന് പറയുന്ന ഷോപ്പാണ്. ഇവിടുത്തെയും കസ്റ്റമർ സർവീസ് ആണെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലും അമേസിങ്, വേറൊന്നും പറയാനില്ല. അടിപൊളി സർവീസായിരുന്നു. നമ്മൾ വാങ്ങിയ ഐറ്റവും നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം കുറച്ച് ചപ്പൽസൊക്കെ ട്രൈ ചെയ്തെങ്കിലും ബാക്ക് സപ്പോർട്ടുള്ള ചപ്പൽ വേണമെന്നായിരുന്നു, അത് നമുക്ക് കിട്ടി. ഇത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയതല്ല, അവിടെ വെച്ച് കണ്ടപ്പോൾ ചുമ്മാ കാണിച്ചത്. ഈ ഒരു ചപ്പലായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെയും പർച്ചേസ് അധികം നീണ്ടു പോകാണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് നടക്കുന്ന ഐറ്റം കിട്ടിയതുകൊണ്ട് സാധനം വാങ്ങി ടാറ്റ പറഞ്ഞു ഇറങ്ങി. പർച്ചേസിങ് മാത്രമല്ലല്ലോ, കല്യാണമായ കളറാവണം. അതിനെന്ത് വേണം? കാരണവന്മാരായിട്ട് തന്നെ കോലവും ഭംഗിയുണ്ടെങ്കിലും ബ്യൂട്ടീഷ്യൻ അത് തന്നെ. ജാമ്പവാൻ്റെ ജങ്കാറ് പോലെ തോന്നിക്കുമെങ്കിലും നമ്മൾ കുറച്ച് സർവീസിനായിട്ട് ചൂസ് ചെയ്ത പാർലറാണിത്. പലരും പല പേര് പറയുന്നുണ്ട്, അത് തന്നെ. ഇതൊക്കെ അവർ അതിൻ്റെ ഉള്ളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ച്, ഇതാണ് നമ്മുടെ സലൂണിൻ്റെ നെയിം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വായിക്കാം. സീറ്റിംഗ് ഒക്കെ കണ്ടോ? സീറ്റിംഗ് മാത്രമല്ല, കംപ്ലീറ്റ് ആ ഒരു സെറ്റിങ്സ്, ആ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പഴയ കൊട്ടാരം, നമ്മൾ മൺചിത്രത്താഴിൻ്റെയൊക്കെ ഒരു സെറ്റിൽ പോയതുപോലെ ഇരിക്കും. പറഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കരുത്. ബാക്കി വിഷ്വൽസും കൂടി കണ്ടു നോക്കും. ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഇത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ ചായ ഓർഡർ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ചായ കൊണ്ടുതന്ന സ്റ്റൈൽ തന്നെ കണ്ടോ? ഇത് ഓരോ സർവീസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരുടെയും ഫേസ് കാണിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഡീറ്റെയിൽഡായിട്ട് എടുക്കാത്തത്. നമ്മൾ കയറി വരുമ്പോൾ ഉള്ള റിസപ്ഷൻ ഏരിയ ആണത്. നേരത്തെ ഞാൻ പറഞ്ഞതിന് ശരിക്കും ശരിവെക്കുന്ന ഒരു വ്യൂ അല്ലേ ഇത്. ഫുൾ നമ്മളിപ്പോൾ കണ്ടില്ലേ, ഇത് മൊത്തം ആ ഒരു പാർലറിൻ്റെ ഭാഗമാണ്. നല്ല തിരക്കുള്ളത് കൊണ്ട് ഫുൾ ഓടി നടന്ന് വീഡിയോ എടുത്തില്ല, കാരണം ആരുടെയും ഫേസ് ഒന്നും വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടോ? ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നോ ഈ ഒരു ബിൽഡിംഗ്, അതോ ഇവർ എടുത്തതിന് ശേഷം ഇങ്ങനെ സെറ്റ് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഇവർ ടേക്ക് ഓവർ ചെയ്ത സമയത്ത് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നതാണ്. ചിലപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ അവിടുത്തെ മൊണാലിറ്റി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വിശന്നു. നമ്മൾ ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ആദ്യം സൂപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. സൂപ്പിലിട്ട കുരുമുളക് ലേശം കൂടിപ്പോയി. അങ്ങനെ എരിവ് നിറകിൽ കയറി മേളിലേക്ക് നോക്കിയപ്പോഴാണ് ഞാനിത് കണ്ടത്. തെക്കും വടക്കും നോക്കിയിരിക്കുന്ന ലൈറ്റ്, സൈൻ ബോർഡിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഡെക്കറേഷൻ. അതെന്തേലും ആവട്ടെ, അന്നമാണല്ലോ ഉന്നം. നമ്മൾ ഓർഡർ ചെയ്ത് സിമ്പിൾ ഐറ്റംസ് എത്തിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ സിമ്പിളാണെന്ന്. പിന്നെ എല്ലാം ഷടപടേന്നായിരുന്നു. സൂപ്പിൽ തുടങ്ങിയാൽ സ്വീറ്റിൽ നിർത്തണം എന്നാണല്ലോ പഴമൊഴി. അത് ഞാൻ തെറ്റിച്ചിട്ടില്ല. എങ്ങനെയൊക്കെയോ ഈ ഒരു ഐറ്റം കഴിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഹണി കേക്കിലാണ് നിർത്തിയത്. ഇത് നമ്മൾ അവിടെ വെച്ച് കഴിച്ചില്ല, പതുക്കെ കാറിലിരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കാമെന്ന് കരുതി എടുത്തു. അങ്ങനെ നമ്മൾ ഫുഡിനൊരു ഗുഡും പറഞ്ഞ് അവർക്ക് ബൈ ബൈയും ടാറ്റയും പറഞ്ഞു നേരെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഇതെൻ്റെ കണ്ണിലുടക്കിയത്. ലൈറ്റ്സ്. പണ്ട് തൊട്ടേ എന്തോ എനിക്കറിയാൻ പാടില്ല, ഇങ്ങനെ ലൈറ്റ് ഇടുന്നത് ഇപ്പോഴും നോക്കി നിൽക്കും. അവിടെ വെച്ചേക്കുന്നൊരു ബോർഡാണിത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും ആരെങ്കിലുമൊക്കെ. കൊമ്പൂച്ച. ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലം. ഓവറോൾ ഫുഡാണെങ്കിലും സർവീസ് ആണെങ്കിലും ഇത് സൂപ്പറായിരുന്നു. പിന്നെന്താ, വീട്ടിൽ നിന്ന് വിളി വന്നു, വിളിക്കുത്തരം കൊടുത്തു, നേരെ വീട്ടിലെത്തിയിട്ട് കിടന്നുറങ്ങിയെന്നാണ് വിചാരമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പിന്നീടായിരുന്നു വലിയൊരു യുദ്ധം. മൈലാഞ്ചിയിടൽ മാമാങ്കം. നിങ്ങളെ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ ബ്രൈഡും ഗ്രൂമും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓവറോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് തന്നെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് ടേക്ക് കെയർ. താങ്ക് യു.